ഇത് വീണാ വിജയനിൽ മാത്രം ഒതുക്കി നിർത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇത് അന്വേഷണം വരട്ടെന്നേ, അത് അന്വേഷിക്കണം. ആർക്കൊക്കെ കൊടുത്തു, ആരൊക്കെ വാങ്ങി എന്നുള്ളത് അറിയണ്ടേ? അത് പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്സിൻ്റെ റെസിപ്റ്റ് കാണും. അല്ലാതെ ഒരു കാര്യം ഉറപ്പാണ്, പാർട്ടിക്കാരൊക്കെ അതിനകത്ത് വരാം. പക്ഷെ ആരും മക്കൾ വാങ്ങിയതായിട്ടൊന്നും ഇതുവരെ ആരും പുറത്തു പറഞ്ഞില്ല. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും മകളോ മകനോ പൈസ കൊടുത്തതായിട്ടോ വാങ്ങിയിട്ട് ഇവിടെ ആരുമല്ല. അത് പിണറായി വിജയൻ്റെ മകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ചില ഷോർട്ട് ഫോംസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വരട്ടെ, നമ്മുടെ സമൂഹം അറിയണമല്ലോ, നമ്മൾ ഇത് ചർച്ച ചെയ്യപ്പെടണമല്ലോ. പക്ഷേ ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടതിൽ പിണറായി വിജയൻ ഒരു മകൾ വരുന്നത് പിണറായി വിജയൻ്റെ മകൾ മാത്രമാണ്. അപ്പോൾ പിന്നെ ഇന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ സജീവൻ പറഞ്ഞത് പിന്നെ കോടതി കിടക്കുന്ന കേസല്ലേ, അത് സത്യമാണ്. ഞാൻ അഭിഭാഷകനാണ്, എനിക്കറിയാം, അതിനെക്കുറിച്ച് പറയണത് ശരിയല്ല. പക്ഷേ ഇതുപോലെ കേസ് നേരത്തെ നടന്നു, ഗോൾഡ് സ്മഗ്ലിങ്ങിലൊക്കെ. അന്ന് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറായി. കുറുക്കിൽ പുണ്ണുള്ളവന് വേലി നിവരാൻ ഭയമുള്ളൂ എന്നൊക്കെ പറഞ്ഞു, വേറെ ഒന്നും ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എന്റെ മകൾ നിരപരാധിയാണെന്ന് പറഞ്ഞില്ല, എന്റെ മകൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞില്ല, അങ്ങനെ ഒരു കമ്പനി വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ല. അത് പറയാനല്ലോ കോടതിയിലുണ്ടെങ്കിലും. പിന്നെ ഏത് അന്വേഷണം ആരൊക്കെ വാങ്ങിയിട്ടുള്ള വരട്ടെന്നേ, അതിനിവിടെ ആർക്കാ ഭയം? ഒരു കാര്യം ഉറപ്പാ, ഇവിടെ ഒരു KV തോമസ് ഉണ്ട്, അറിയാമല്ലോ, ഒരു പാലം പണിതിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റ്. ഇതെല്ലാം അതേപോലെ CBI കാര്യങ്ങളെല്ലാം പുറത്തു വരും.